കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് സമാപനം. ഞായറാഴ്ച രാവിലെ 5:30 മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ ഹോമം, ലളിതാ സഹസ്രനാമാർച്ചന, തുടർന്ന് ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ രാഹുദോഷ നിവാരണ പൂജ എന്നിവ നടന്നു. തുടർന്ന് മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ദീപപ്രോജ്വലനം നടത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബ്രഹ്മചാരി വേദാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ഭഗവതി സേവ, ധ്യാനം, പ്രഭാഷണം എന്നിവയും ബ്രഹ്മചാരിണി നിർലേപാമൃത ചൈതന്യയുടെ പ്രഭാഷണം, ഭജന എന്നിവയും നടന്നു. അമൃതപ്രസാദത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വൈകിട്ട് 4:30 ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ശനിദോഷ നിവാരണ പൂജ, ശനിഹോമം, അഭിഷേകം, ദീപാരാധന എന്നിവയുടെ ആദ്യ ദിവസത്തെ പരിപാടിക്ക് സമാപനമായി. രണ്ടാം ദിവസമായ ഏപ്രിൽ 20 തിങ്കളാഴ്ച രാവിലെ 5:30 മഹാഗണപതി ഹോമം, ശിവശക്തി ഹോമം, മഹാസുദർശന ഹോമം, ലളിതാ സഹസ്രനാമാർച്ചന, രാവിലെ 9 മണിക്ക് നവകം, പഞ്ചഗവ്യം, അഭിഷേകം എന്നിവ നടന്നു. തുടർന്ന് 10 മണിക്ക് ബ്രഹ്മചാരി ആദി ദേവാമൃത ചൈതന്യയുടെ പ്രഭാഷണം നടന്നു. അഖിലേന്ത്യാ സിവിൽ സർവീസ് റാങ്ക് ജേതാവിനും മികച്ച വിജയം കരസ്ഥമാക്കിയ വ്യക്തിത്വങ്ങൾക്കുമുള്ള ആദരവും നടന്നു. സ്വാമിനി അതുല്യാമൃതപ്രാണയുടെ നേതൃത്വത്തിൽ പ്രഭാഷണം, ഭക്തിഗാനസുധ എന്നിവയും നടന്നു. അമൃതപ്രസാദത്തിന് ശേഷം വിവിധ കലാപരിപാടികളോടെ 2 ദിവസങ്ങളിലെ ആഘോഷ പരിപാടികൾക്ക് സമാപ്തിയായി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയൂ, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.